അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പുറമേ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു നല്ല ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് റവ വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യമായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് തികച്ചെടുക്കണ്ട. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ വീഡിയോ വിട്ടുപോയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ റവ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വരണം. ഇപ്പോൾ ഇവിടെ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുക്ക് ചെയ്യാത്ത ഉരുളക്കിഴങ്ങാണ്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മല്ലിയില വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ഒന്ന് എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കൈ വെച്ചൊന്ന് റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ എൻഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട